സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം ബോർഡ് അധ്യക്ഷൻ PS പ്രശാന്ത് പ്രതി, ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയും പ്രതികൾ. 2025 സ്വർണ്ണക്കൊള്ളയിലാണ് PS പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയെ പ്രതി ചേർത്തത്. 2019 കൊള്ള മറയ്ക്കാനാണ് 2025 സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയതെന്നാണ് SITയുടെ വാദം. വിശ്വാസവഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ കുറ്റങ്ങൾക്ക് പുറമെ പ്രശാന്തിനെതിരെ ക്രിമിനൽ ഗൂഢാലോചന കൂടെ ചുമത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ഐസൻ ജോസ്, കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു എന്നിവർ ചേരുകയാണ്. ആദ്യം രേഷ്മയിലേക്ക്. രേഷ്മ, PS പ്രശാന്തും ഒടുവിൽ പ്രതിപ്പട്ടികയിൽ 4ാം പ്രതിയാണ്. PS പ്രശാന്തിനെതിരെ എന്തൊക്കെ കണ്ടെത്തലുകളാണ്, എന്തൊക്കെ കുറ്റങ്ങളാണ് പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്? സുരേഷ്, ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ നിർണായകമായിട്ടുള്ള റിപ്പോർട്ട് തന്നെയാണ് ഇന്ന് ഹൈക്കോടതിയിൽ SIT സംഘം നൽകിയിട്ടുള്ളത്. അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് ദ്വാരപാലക പാളിക്കടത്ത്. 2025 ദ്വാരപാലക പാളിക്കടത്ത് കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റായിട്ടുള്ള PS പ്രശാന്തിനെ പ്രതി ചേർത്തിട്ടുണ്ട്. 4ാം പ്രതിയായിട്ടാണ് ഈ ഒരു SITയുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുള്ളത് PS പ്രശാന്തിനെ. PS പ്രശാന്ത് ഉൾപ്പെടെയുള്ള 7 പേരുടെ പങ്ക് അത് സാധൂകരിക്കുന്ന ശക്തമായിട്ടുള്ള തെളിവുകൾ തങ്ങൾക്ക് ലഭിച്ചു എന്നാണ് SIT സംഘം ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. 5ാം പ്രതി എന്ന് പറയുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗമായിരുന്ന അഡ്വക്കേറ്റ് അജികുമാറാണ്. 6ാം പ്രതി കണ്ഠര രാജീവർ, 1ാം പ്രതി മുരാരി ബാബു, 2ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി. ഈ പ്രശാന്ത് ഉൾപ്പെടെയുള്ള ആളുകൾ ക്രിമിനൽ ഗൂഢാലോചന നടത്തി എന്നുള്ളതാണ് SIT സംഘം കണ്ടെത്തിയിട്ടുള്ളത്. അതായത് 1998 സ്വർണം പൊതിഞ്ഞ, വിജയമല്യ സ്വർണം പൊതിഞ്ഞ പാളികൾ സ്വർണം പൂശാൻ എന്നുള്ള പേരിൽ ചെന്നൈയിലേക്ക് കടത്തിക്കൊണ്ടുപോയിരുന്നു. സ്മാർട്ട് ക്രിയേഷൻസിലെത്തി സ്വർണം പൂശി. പക്ഷേ അന്ന് അനുമതി വാങ്ങിക്കാനായിട്ട് ചെമ്പു തകിടുകൾ എന്നുള്ള വ്യാജേന രേഖകളിൽ ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഇത്തരത്തിൽ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് ഈ 2019 ഈ പാളികൾ കൊണ്ടുപോകുന്നത്. അതിൽ കൃത്യമായിട്ട് അന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരണസമിതിക്കും അന്നത്തെ ഉദ്യോഗസ്ഥർക്കും പങ്കുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ ക്രമക്കേട് മറയ്ക്കുവാൻ, അല്ലെങ്കിൽ ഈ ക്രമക്കേട് തിരിച്ചറിയാതിരിക്കാൻ, പുറത്തറിയാതിരിക്കാനായിട്ടാണ് 40 വർഷം വാറന്റി എന്നുള്ള രീതിയിൽ ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് കൂടി കൊണ്ടുവരുന്നത്. ഈ വ്യാജ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊണ്ടുവന്നെങ്കിലും പിന്നീട് ഈ പാളികൾ ഇളകിപ്പോകുന്നത്, ഈ സ്വർണ്ണപ്പാളികൾ ഇളകിപ്പോകുന്ന ഒരു സാഹചര്യത്തിലേക്കും ചെമ്പ് തെളിയുന്ന ഒരു സാഹചര്യത്തിലേക്കും കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചു. ഇതൊക്കെ തന്നെ അന്നത്തെ ഭരണസമിതിക്കും ഉദ്യോഗസ്ഥർക്കും അറിയാമായിരുന്നു എന്നുള്ളതാണ് SIT സംഘം വെളിപ്പെടുത്തിയിട്ടുള്ളത്. പിന്നീടാണ് ഈ 2025 ഈ 2019 ചില പാളിച്ചകൾ അതൊക്കെ തന്നെ മറയ്ക്കുവാൻ വേണ്ടിയിട്ട് വീണ്ടും സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് ഇത്തരത്തിൽ ഈ പറയുന്ന പാളികൾ കൊണ്ടുപോകാനായിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നത്. അത് പക്ഷേ ഹൈക്കോടതിയുടെ അനുമതി ഒന്നും തന്നെ വാങ്ങിയിരുന്നില്ല. അന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്നു ഈ പറയുന്ന PS പ്രശാന്ത് ഉൾപ്പെടെയുള്ള ആളുകൾ. നേരത്തെ ഹൈക്കോടതിയുടെ അനുമതി വാങ്ങിച്ചിട്ട് മാത്രമേ ശബരിമലയിലെ എന്ത് കാര്യങ്ങളും ചെയ്യുവാൻ പാടുള്ളൂ. പക്ഷേ ഈ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് ദ്വാരപാലക പാളികൾ സംബന്ധിച്ചുള്ള, അല്ലെങ്കിൽ ആ പാളികൾ കൊണ്ടുപോയ ഘട്ടത്തിൽ യാതൊരു വിധത്തിലും ഹൈക്കോടതിയുടെ അനുമതി വാങ്ങിയിരുന്നില്ല. ഈ നേരത്തെ 2019 2023 ചില പാളിച്ചകൾ മറച്ചു വെക്കാനായിട്ട് വേണ്ടിയിട്ടാണ് ഈ പാളികൾ വീണ്ടും സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച് സ്വർണം പൂശുവാനായിട്ടുള്ള നീക്കവും ശ്രമങ്ങളും ഈ പറയുന്ന ഭരണസമിതിയുടെ ഭാഗത്തു നിന്നും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇത് സാധൂകരിക്കുന്ന ശക്തമായിട്ടുള്ള തെളിവുകൾ SIT സംഘത്തിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഗൂഢാലോചന വലിയ രീതിയിൽ നടന്നിട്ടുണ്ട്. അതായത് ഈ പറയുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് ആയിട്ടുള്ള PS പ്രശാന്ത്, അന്നത്തെ ബോർഡ് അംഗങ്ങൾ, അതോടൊപ്പം തന്നെ അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു, സ്പോൺസർ ആയിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി, അങ്ങനെ നിരവധി പേരുമായി ചേർന്നുകൊണ്ട് തിരുവാഭരണം കമ്മീഷണറായിട്ടുള്ള റെജിലാൽ, ഇങ്ങനെ 7 പേരോളം ചേർന്നുകൊണ്ട് ഗൂഢാലോചന, ക്രിമിനൽ ഗൂഢാലോചന ഇക്കാര്യത്തിൽ നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ തന്നെ, ഇതിന്റെ എല്ലാ വിവരങ്ങളും വിശദാംശങ്ങളും PS പ്രശാന്തിന് അറിയാമായിരുന്നു എന്നുള്ളതാണ് SITയുടെ കണ്ടെത്തൽ. നേരത്തെ ഈ വിഷയം വിവാദമാവുകയും ദ്വാരപാലക പാളിക്കടത്തുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ വാർത്തകൾ പുറത്തു വരുന്ന ഘട്ടത്തിൽ PS പ്രശാന്ത് ഒഴിഞ്ഞു മാറുന്ന ഒരു സമീപനമായിരുന്നു സ്വീകരിച്ചത്. അതായത് താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നു. അങ്ങനെയായിരുന്നു പ്രശാന്തിനെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്ക് SIT സംഘം കടന്നത്. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള തെളിവുകൾ പ്രശാന്ത് ഉൾപ്പെടെയുള്ള ഈ 7 പേർക്കുമെതിരെ ശക്തമായിട്ട് കുറ്റപത്രത്തിൽ കുറ്റപത്രത്തിൽ ഈ 4ാം പ്രതിയായി PS പ്രശാന്ത്, ഒപ്പം 5ാം പ്രതിയായി അഡ്വക്കേറ്റ് അജികുമാർ, ഈ 2 പേരാണ് പുതുതായി പ്രതി ചേർക്കപ്പെട്ടവരല്ലേ?
അതെ സുരേഷ്, അതായത് നിലവിൽ ഈ ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ 5ാം പ്രതിയാണ് അജികുമാർ എന്ന് പറയുന്ന ദേവസ്വം ബോർഡ് മുൻ അംഗം. അതോടൊപ്പം തന്നെ പ്രശാന്ത് 4ാം പ്രതിയാണ്. ഒരുപക്ഷെ കുറ്റപത്രത്തിൽ പ്രതിപട്ടികയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപക്ഷെ ഒരു ചെറിയ മാറ്റങ്ങളൊക്കെ തന്നെ ഉണ്ടായേക്കാം. പക്ഷേ ഈ 7 പേരും അടങ്ങുന്ന പ്രതികളാണ് ഈ ക്രിമിനൽ ഗൂഢാലോചന നടത്തിക്കൊണ്ട് തട്ടിപ്പിന് 2025 തട്ടിപ്പിന് നേതൃത്വം കൊടുത്തത് എന്നുള്ളതാണ് SITയുടെ കണ്ടെത്തൽ. അത് സാധൂകരിക്കുന്ന തെളിവുകളുടെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ 7 പേർക്കുമെതിരെ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ SIT സംഘം സമർപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല ഈ ചില ആളുകളിലേക്ക് കൂടി അന്വേഷണം നീട്ടിയിട്ടുണ്ട് എന്നുള്ള വസ്തുത കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് മുൻ ദേവസ്വം ബോർഡ് അംഗമായിട്ടുള്ള സുരേഷ് ബാബു, ദേവസ്വം ബോർഡ് സെക്രട്ടറി ആയിട്ടുള്ള ബിന്ദു, തന്ത്രി മഹേഷ് മോഹനര്, മുൻ തിരുവാഭരണം കമ്മീഷണർ സുനില, മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർമാരായ OG ബിജു, VS രാജേന്ദ്ര പ്രസാദ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ടുള്ള ശ്രീനിവാസ്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഹേമന്ത്, ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയായിട്ടുള്ള നാഗ ഗോവർദ്ധൻ എന്നിവരുടെ പങ്ക് കൂടി നിലവിൽ അന്വേഷിക്കുന്നുണ്ട്. അതായത് ഇവരെയൊക്കെ തന്നെ പ്രതി ചേർക്കാൻ തക്ക രീതിയിലുള്ള തെളിവുകൾ കിട്ടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള പേരുകളിലുള്ള ആളുകളെ കൂടി പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സമഗ്രമായിട്ടുള്ള ഒരു അന്തിമ റിപ്പോർട്ടായിരിക്കും ഒരുപക്ഷെ SIT സംഘം വിചാരണ കോടതിയിൽ നൽകുക. ഇവരിലേക്ക് അന്വേഷണം നീട്ടിയിട്ടേ ഉള്ളൂ. ആ അന്വേഷണം സംബന്ധിച്ച് ചില കാര്യങ്ങളിൽ കൂടി വ്യക്തത വരുത്താനുണ്ട്. അതായത് ഈ പറയുന്ന ആളുകളെ ദേവസ്വം ബോർഡ് ഭാരവാഹികളായിട്ടുള്ള ആളുകൾ, ശബരിമല ക്ഷേത്രം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന ആളുകൾ, ഇവരുടെയൊക്കെ തന്നെ പങ്കാളിത്തം എത്രത്തോളമുണ്ട്, അവർ ഏതെങ്കിലും വിധത്തിൽ ഈ ക്രിമിനൽ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുണ്ടോ, ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരണം. അതിനു വേണ്ടിയിട്ടാണ് അന്വേഷണ പരിധിയിൽ ഈ പറയുന്ന ആളുകളെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും ഇതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് PS പ്രശാന്ത് ഉൾപ്പെടുന്ന ദേവസ്വം ഭരണസമിതിയും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരും ഈ സ്വർണ്ണ കവർച്ച മറച്ചു വെക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയും അതിനാനുപാതികമായിട്ട് സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് ഈ പാളികൾ ഹൈക്കോടതിയുടെ അനുമതി ഇല്ലാതെ കൊണ്ടുപോകാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ PS പ്രശാന്ത് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അറിയാമായിരുന്നു ഇതിന്റെ പിന്നിലെ തട്ടിപ്പ്. ആ തട്ടിപ്പ് മറയ്ക്കുവാൻ വേണ്ടിയിട്ട് ഒരു ക്രിമിനൽ ഗൂഢാലോചന ഈ സംഘം നടത്തുകയായിരുന്നുവെന്നാണ് SITയുടെ കണ്ടെത്തൽ. രേഷ്മ തുടരുക. ഇപ്പോൾ ഐസൻ ജോസ് കൂടി ചേരുകയാണ്. ഐസൻ, ഇവിടെ രേഷ്മ പറഞ്ഞതുപോലെ തന്നെ ഈ വിശ്വാസവഞ്ചന, വ്യാജരേഖ ചമയ്ക്കലൊപ്പം ഈ കുറ്റങ്ങൾക്ക് പുറമെ പ്രശാന്തിനെതിരെ ക്രിമിനൽ ഗൂഢാലോചന കൂടി ചുമത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ഇത് പ്രമാദമായ കേസാണ്. രാഷ്ട്രീയ കേരളത്തെ പിടിച്ചുകുലുക്കിയ ഒരു കേസാണ്. ഇവിടെ ഈ PS പ്രശാന്ത് 4ാം പ്രതി സ്ഥാനത്തേക്ക് വരുമ്പോൾ ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് ഈ കേസ് എന്ന് പറഞ്ഞൊഴിയാനുള്ള ഒരു നീക്കമാണ് ഏറ്റവും ഒടുവിലായി PS പ്രശാന്ത് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം കേരളത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല ഇതിന്റെ വ്യാപ്തി. തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കും ആന്ധ്രയിലേക്കും അടക്കം ഇതിന്റെ അന്വേഷണ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. അന്വേഷണ സംഘം ഈ സംസ്ഥാനങ്ങളടക്കം സന്ദർശിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ ഒരു കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ ഒരുപക്ഷെ അന്തിമ കുറ്റപത്രമല്ല ഇത്. ഇനിയും വിചാരണ കോടതിയിൽ ഈ അന്വേഷണ പരിധിക്കുള്ളിലുള്ള മറ്റുള്ളവരെ, രേഷ്മ സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റു കുറേ പേരുണ്ട്, അവരെ അടക്കം ചേർത്തുകൊണ്ട് അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട്. അതുകൊണ്ട് ഈ ഒരു കേസിന്റെ ഒരു വ്യാപ്തി എത്രത്തോളമാണ് ഐസൻ? സുരേഷ്, തീർച്ചയായും ഈ കേസിൻ്റെ വ്യാപ്തി എന്ന് പറയുന്നത് ഈ കേസിൻ്റെ വിധിന്യായം അല്ലെങ്കിൽ ഈ ഉത്തരവ് വായിക്കുമ്പോൾ രാജാ വിജയരാഘവനും അതുപോലെ തന്നെ KV ജയകുമാറും ഉൾപ്പെടുന്ന ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവ് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വളരെ കൃത്യമായി എന്താണോ കുറ്റകൃത്യം എന്നുള്ളത് നേരത്തെ നമുക്കറിയാവുന്നതാണ്. സ്വർണം ഊറ്റിയെടുത്തതിന് ശേഷം, അതായത് ആസിഡിങ് വഴി ഊറ്റിയെടുത്തതിന് ശേഷം സമാന ക്വാണ്ടിറ്റിയുള്ള സ്വർണം അവിടെ പൂശുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാതെ ആ വ്യത്യാസം വന്ന സ്വർണം കൈക്കലാക്കിയെന്നാണ് കേസ്. അത് കൃത്യമായി തന്നെ ഈ ഉത്തരവിൻ്റെ, അതായത് റിപ്പോർട്ട് ലഭിച്ചതുമായി ബന്ധപ്പെട്ട്, അതായത് അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് ഇപ്പോൾ ശശീന്ദ്രൻ IPS ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ സമർപ്പിച്ച റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പുറപ്പെടുവിച്ചിരിക്കുന്ന ഉത്തരവിൽ കൃത്യമായി പറയുന്നത് ഈ വിഷയമാണ്. അതായത് സ്വർണം ക്ലാഡ് ചെയ്ത, അതായത് നേരത്തെ നമുക്കറിയാവുന്നതാണ്, പലതവണ നമ്മൾ പരാമർശിച്ചതുമാണ്, സ്വർണം ക്ലാഡ് ചെയ്യുക, അത് പതിപ്പിക്കുകയും അതുപോലെ തന്നെ സ്വർണം പൂശുകയും ചെയ്യുന്ന 2 തരത്തിലുള്ള സാങ്കേതിക വിദ്യ പ്രയോഗിക്കുന്ന രീതികളാണ്. ഈ 2 സാങ്കേതിക വിദ്യ പ്രയോഗിക്കുന്ന രീതിയിൽ ആദ്യത്തെ തവണ ക്ലാഡ് ചെയ്യുകയും, അതായത് സ്വർണം പതിപ്പിക്കുകയും, 2ാം തവണ അത് പതിപ്പിച്ചതിന് പകരം പ്ലേറ്റിംഗ് ചെയ്യുകയും ചെയ്യുന്ന ഒരു നീക്കമാണ് നടത്തിയത്. ആ പ്ലേറ്റിംഗ് ചെയ്യുന്ന നീക്കങ്ങൾ നടത്തിയതിൻ്റെ ഭാഗമായി മാറ്റം വന്ന ആ സ്വർണം എടുത്തു മാറ്റി, അല്ലെങ്കിൽ ആ സ്വർണം കൊണ്ടുപോയി എന്നതാണ് സ്വർണം മോഷ്ടിച്ചെടുത്തു എന്നതാണ് പ്രധാനമായ ഒരു ചാർജായി കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ഈ ഉത്തരവിൻ്റെ തന്നെ 3ാം പാരഗ്രാഫിൽ കൃത്യമായി പറയുന്നുണ്ട്, ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്നത് കൃത്യമായ ബോധ്യത്തിലായിരുന്നു. അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൃത്യമായ ബോധ്യത്തിൽ 2019 കൊടുത്തയക്കുന്നു,
5-ൽ വീണ്ടും കൊടുത്തയക്കുന്നതെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതായത് കൊടുത്തയക്കുമ്പോൾ ഇതിൽ സ്വർണ്ണമില്ല, നേരത്തെ ഉണ്ടായിരുന്ന അത്രയും വോളിയം സ്വർണ്ണം ഇതിലില്ല എന്ന് കൃത്യമായി മനസ്സിലാകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ ഒരു വസ്തുത ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. അത് കൃത്യമായി ബോധ്യമുണ്ടായിരുന്നു. ഈ ബോധ്യത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് മുരാരി ബാബു, എക്സിക്യൂട്ടീവ് ഓഫീസറായ മുരാരി ബാബു 1-ാം പ്രതിയും ഉണ്ണികൃഷ്ണൻ പോറ്റി 2-ാം പ്രതിയുമായും അതുപോലെ തന്നെ പങ്കജ് ഭണ്ഡാരി, നമുക്കറിയാവുന്നതാണ് പങ്കജ് ഭണ്ഡാരി സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ഭാഗമായ പ്രൊപ്പറേറ്ററാണ്. ആ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ പ്രൊപ്പറേറ്ററാണ് ഈ 3-ാം പ്രതിയായി വന്നിരിക്കുന്നത്. അയാളാണ് ഈ സ്വർണം, ക്ലാഡ് ചെയ്ത സ്വർണം പൂശുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പ്ലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തിയിരിക്കുന്നത്. 4-ാം പ്രതിയായി പ്രസിഡന്റ് എത്തിയിരിക്കുന്നത്, ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റായ PS പ്രശാന്ത് എത്തിയിരിക്കുന്നത്. ഇതെല്ലാം തന്നെ ഈ 2 കാര്യങ്ങളും കൃത്യമായ ബോധ്യമുണ്ടായിരുന്നിട്ട് കൂടി ദേവസ്വം കമ്മീഷണറെയും അതുപോലെ തന്നെ ഹൈക്കോടതിയെയും അറിയിക്കാതെ ഇക്കാര്യത്തിൽ ഒരു ഇടപെടൽ നടത്തി എന്നതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് 4-ാം പ്രതിയായി എത്തിയിരിക്കുന്നത്. തീർച്ചയായും നേരത്തെ രേഷ്മ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഗൗരവമായ വിഷയങ്ങളുണ്ട്. അതായത് ഈ നിയമപ്രകാരം അല്ലെങ്കിൽ ഈ നടപടി പ്രകാരം വ്യാജരേഖ ചമയ്ക്കൽ, ക്രിമിനൽ ഗൂഢാലോചന എന്നീ അതുപോലെ തന്നെ വിശ്വാസവഞ്ചന, ക്രിമിനൽ വിശ്വാസവഞ്ചന, ഈ 3 വകുപ്പുകളും കൃത്യമായി ഉൾപ്പെടുത്തപ്പെടാവുന്ന BNSലെ സെക്ഷനുകൾ ചേർത്ത് തന്നെയാണ് ഈ വിധിന്യായം എഴുതിയിരിക്കുന്നത് എന്നതാണ്, അല്ലെങ്കിൽ ഈ ഓർഡർ എഴുതിയിരിക്കുന്നത് എന്നാണ് ഏറെ ഗൗരവമർഹിക്കുന്നൊരു വിഷയം. സ്വാഭാവികമായും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കടുത്ത നടപടികൾ ഉണ്ടാകുന്ന സാഹചര്യം ഒട്ടും തന്നെ തള്ളിക്കളയാനാവില്ല എന്ന് തന്നെയാണ്. ഇപ്പോൾ ഇത് സമർപ്പിച്ചിരിക്കുന്നത് ശശിധരൻ എന്ന് പറയുന്ന ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ സമർപ്പിച്ചിരിക്കുന്ന അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടാണ്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി തുടർന്ന് ചാർജ് ഷീറ്റ് സമർപ്പിക്കുന്നതും കുറ്റപത്രം സമർപ്പിക്കുന്നതും ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങുകയായിരിക്കും ചെയ്യുക. തുടർ നടപടികൾ അത്തരത്തിലായിരിക്കും പുരോഗമിക്കുക. നേരത്തെ സുരേഷ് ചോദിച്ച ഒരു മാനങ്ങളുണ്ട്, വിശാലമായ മാനങ്ങളുണ്ട്. അക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം വേണമെന്ന ഒരു നിലപാട്, കൂടുതൽ അന്വേഷണം വേണം മറ്റു ചില കാര്യങ്ങളിൽ, മറ്റു ചില വ്യക്തികൾക്ക് നേരെയും ഇന്ന് ഈ ഉത്തരവ് അല്ലെങ്കിൽ ഈ ഓർഡറിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് തന്നെ വായിക്കുമ്പോൾ സങ്കീർണമായ ഒരു നിയമപ്രശ്നത്തിലേക്ക് അല്ലെങ്കിൽ ഒരു നിയമ നടപടിയിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.